ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിറയെ മരങ്ങൾ നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഒരു മരം വെട്ടുകാരൻ നടന്നു വരികയായിരുന്നു. അയാളുടെ കയ്യിൽ ഭയപ്പെടുത്തുന്ന ഒരു മഴു ഉണ്ടായിരുന്നു. എന്നാൽ ആ മഴുവിൻ്റെ ഇരുമ്പിനേക്കാൾ മരങ്ങൾ ശ്രദ്ധിച്ചത് അതിൻ്റെ പിടിയെയാണ്. ആ പിടി നിർമ്മിച്ചിരുന്നത് ഒരു മരത്തിൻ്റെ കാതലായ തടിഭാഗം കൊണ്ടായിരുന്നു. തങ്ങളെപ്പോലെ ഒരാൾ, തങ്ങളുടെ കൂട്ടത്തിലൊരു തടിക്കഷ്ണം. മരങ്ങൾ സന്തോഷം കൊണ്ട് മന്ത്രിച്ചു, നോക്കൂ, ആ മഴുവിൻ്റെ പിടി നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ അയാളുടെ കൂടെയുള്ളത്. തങ്ങളുടെ ഒരു സുഹൃത്തിനെ കണ്ട സന്തോഷം അവർ പരസ്പരം പങ്കുവച്ചു. എന്നാൽ ആ ശുദ്ധമായ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. കണ്ണു ചിമ്മുന്ന വേഗത്തിൽ ആ മനുഷ്യൻ തൻ്റെ കയ്യിലെ മഴു ഉയർത്തി. ആയുധത്തിന്റെ പിടിയായി മാറിയ തങ്ങളുടെ സുഹൃത്തിനെ കൂട്ടുപിടിച്ച് കാടിന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞുവീശി. അതേ മഴു, അതേ കൂട്ടുകാരൻ ഇപ്പോൾ അവരെയാണ് വെട്ടിവീഴ്ത്തുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആ ഒരു കഷ്ണം തന്നെയാണ് മറ്റുള്ളവരെ വെട്ടിവീഴ്ത്തുവാനുള്ള ആയുധമായി മാറിയത്. ഒരു മരം ആ സുഹൃത്തിൽ ചേർത്ത് വെച്ച മഴുവിനാൽ നിഷ്കരുണം വെട്ടിമുറിക്കപ്പെട്ടു. തങ്ങളെ വീഴ്ത്താൻ വരുന്ന കോടാലിക്ക് തങ്ങളിൽ നിന്ന് തന്നെ പിറന്ന ഒരു കഷ്ണം പിടിയായി മാറിയ ദുഃഖകരമായ അനുഭവം ആ മരങ്ങൾക്ക് ഒരു വലിയ സത്യം ബോധ്യപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ചിലപ്പോഴൊക്കെ വെട്ടിവീഴ്ത്താൻ മുന്നിൽ നിൽക്കുന്നതെന്ന സത്യം. മരങ്ങളുടെ ഈ ദുഃഖകരമായ അനുഭവം മനുഷ്യരുടെ ജീവിതത്തിലും കാണാറുണ്ട്. നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചവരും നാം ഹൃദയത്തോട് ചേർത്ത് വിശ്വസിച്ചവരുമായ ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ വെട്ടിവീഴ്ത്തുന്ന മഴുവിൻ്റെ പിടിയായി മാറിയേക്കാം. സത്യസന്ധതയില്ലാത്തവരും ബന്ധങ്ങൾക്ക് മൂല്യം നൽകാത്തവരുമാണ് നമ്മുടെ കൂടെ കൂടി നമ്മുടെ വിശ്വാസം പിടിച്ചുപറ്റി സ്വന്തമായ ലക്ഷ്യങ്ങൾക്കായി ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഈ മഴുവിൻ്റെ പിടി. അതുകൊണ്ട് ജീവിതയാത്രയിൽ നമ്മൾ ആരെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ബന്ധങ്ങളും സത്യസന്ധമാകണമെന്നില്ല. ചിലത് നമ്മെ വീഴ്ത്താനുള്ള ആയുധമായി മാറിയേക്കാം. നമ്മെ വീഴ്ത്താനുള്ള മഴുവിൽ നാം തന്നെ പിടിയായി മാറാതിരിക്കുക. പരിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അനീതിയും നീതിയും തമ്മിൽ ബന്ധമില്ലാത്തതുപോലെയും പ്രകാശവും അന്ധകാരവും തമ്മിൽ കൂട്ടുകെട്ടില്ലാത്തതുപോലെയും അവിശ്വാസികളിൽ നിന്നും അശുദ്ധരിൽ നിന്നും അകലം പാലിക്കണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നു. നമ്മെ വെട്ടാനുള്ള കോടാലികൾക്ക് നാം തീറ്റ കൊടുത്ത് വളർത്തുന്നവരാകരുത്. മറിച്ച് ഏത് പ്രതിസന്ധിയിലും സ്വന്തം ജീവൻ പോയാലും നമ്മെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സത്യസന്ധതയും മൂല്യങ്ങളും അളവുപോലാക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം